ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കിരൺ സൈൻസൈഡ്. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു ആനിമെ മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ലവ് സ്റ്റോറി ആയിട്ടുള്ള ആനിമെ. എല്ലാവരും പല പല ആനിമേസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടു, പക്ഷേ ഇതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആനിമയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു ടണൽ ഉണ്ടെന്ന് വിചാരിച്ചു. അവിടെ പോയി നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്ത് വിഷയം ചോദിച്ചാലും കിട്ടും. സോ അങ്ങനെ ഒരു ടണൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ആ ടണലിൻ്റെ അകത്ത് നിൽക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നിങ്ങൾ കമന്റ് കൂടി ചെയ്യുക. നിങ്ങൾ എന്ത് വിഷയം ചോദിക്കും നിങ്ങൾ കമന്റ് ചെയ്യുക. സോ അങ്ങനെ ഒരു ആനിമയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ദ ടണൽ ടു സമ്മർ. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ടോണോ കോളോ എന്നൊരു പയ്യുണ്ട്. അവന് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. അവരെപ്പോഴും ഒറ്റയ്ക്കെന്നല്ല, ഫ്രണ്ട്സും ഉണ്ട്, ബട്ട് അത്രയ്ക്കും കൂട്ടുമില്ല. അതായത് അന്തർമുഖൻ, ഇൻട്രോവേർട്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മളെ പോലെ. അവ അവന്റെ ഇഷ്ടത്തിന് ഹെഡ്ഫോൺസിൽ പാട്ടും കേട്ട് തനിയെ സൈലന്റായിട്ട് തനിയെ ഇരിക്കും. അതാണ് അവന്റെ സ്വഭാവം. എന്നും പോകുമ്പോൾ അവൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്യാണ്. സോ മഴ പെയ്തുകൊണ്ട് അവൻ എന്താ ചെയ്യുക? സാധാരണ അവന്റെ കൈയിടുന്ന കുട എടുത്തുകൊണ്ട് അവൻ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിൽ പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി മഴയെ നനഞ്ഞ് ബാഗും കയ്യിൽ വെച്ചുകൊണ്ട് ഫുള്ളും നനഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ. ആ ടൈമിൽ തന്നെ സൈഡിലുള്ള ആ അനൗൺസ്മെന്റ് ബോക്സിൽ ട്രെയിൻ എന്തായാലും വരാൻ 30 നിമിഷം താമസിക്കുമെന്നും കൂടെ അനൗൺസ് ചെയ്യുകയാണ്. അത് കേട്ട ആ പെണ്ണ് ഒരുമാതിരി ഇറിറ്റേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതേസമയം നമ്മളുടെ മെയിൻ ക്യാരക്ടർ അവനും ഈ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ പെണ്ണ് ചോദിക്കണേ, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, എന്തിനു നീ പിന്നെ എന്തിനുണ്ടെങ്കിൽ ഒരുമാതിരി നോക്കുന്നതെന്ന് ചോദിക്കുന്നു. അല്ല, ഇവിടെ ട്രെയിനൊക്കെ ഡിലേ ആകുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്നതാണ് ഇതൊക്കെ. പക്ഷെ നീ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കണ്ടിട്ട് നീ ഇവിടെ ഉള്ള ആളല്ല എന്ന് തോന്നുന്നു, നീ ആരാന്ന് ചോദിക്കുകയാണ്. ആ പെണ്ണ് ഒന്നും സംസാരിക്കാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവന്റെ അടുത്തിരുന്ന കുട ഉണ്ടല്ലോ, അതെടുത്ത് തെറ്റിയിട്ട് നീ വാങ്ങിച്ചോ എന്ന് പറയുകയാണ്. അത് കണ്ടപ്പോ ഇതെന്തിനാ എനിക്ക് തരുന്നത്? എന്താ നല്ലവരാണെന്ന് അഭിനയിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ആ പെണ്ണ്. ഇത് ഞാൻ വാങ്ങിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് തിരിച്ചു പോവാൻ. പാവം പറയണത്, ഇല്ല എന്റെ വീടോട് അടുത്താണ്, എനിക്ക് പെട്ടെന്ന് പോയാൽ മതി. പക്ഷെ നീ മഴയിൽ നനഞ്ഞതിന്റെ നിനക്ക് വയ്യാതായാൽ നിന്റെ അച്ഛനമ്മയും അത് ആലോചിച്ച് വിഷമപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിന്റെ അച്ഛനമ്മയും നിന്നെ വിചാരിച്ച് വിഷമിക്കില്ലേ എന്ന് ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുകയാണ്. ഇല്ല, എന്നെ വിചാരിച്ച് എന്റെ വീട്ടിൽ ആരും വിഷമിക്കൊന്നുമില്ല എന്നൊക്കെ അവൾ പറയുകയാണ്. അപ്പൊ അങ്ങനെ നോക്കി എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് അവള് പറയുകയാണ്. ഓ അങ്ങനെയാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ കാഷ്വലായിട്ട് പറയുന്നത്. ഇത് കേട്ടാ പെണ്ണ് ഇങ്ങനെ ഒരുപാട് നോക്കുന്നുണ്ട് അവനെ കുറച്ച് നേരം അവനെ ഇങ്ങനെ നോക്കിയിട്ട് അവള് തന്നെ വിചാരിച്ചോ കുട വാങ്ങിച്ച് ഇവിടെ പോവാന്ന് പറഞ്ഞ്, ശരി ആ കുട എങ്കിത്താന്ന് പറഞ്ഞ് അവൻ ആ കുട വാങ്ങുകയാണ്. കൂടെ എന്റെ ഫോൺ നമ്പറും പേരും കൂടെ പറയാം, എന്നാലും നിനക്ക് ഈ കുട തിരിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് അവള് പറയുക. ഇത് കേട്ടാ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. ഫോൺ നമ്പറും രണ്ടുപേരുടെ ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് അവന്റെ പേര് ടോണോ കൗരോ എന്നതും അവളുടെ പേര് ഹനസിറോ ഹാൻസോ എന്നത് രണ്ടുപേർക്കും അറിയപ്പെടുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് സ്കൂളിൽ പുതിയതായിട്ട് ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അവന്റെ സ്കൂളിലായിട്ട്. അത് വേറെ ആരുമല്ല, നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആ മഴയത്ത് കരഞ്ഞില്ല, ആ പെണ്ണായിട്ടുള്ള ഹാൻസോ ആണ്. സോനു ഷോക്കായിട്ട് ഇരിക്കുകയാണോ, ഇവള് ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞ് ഷോക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ഒരുമാതിരി ഭയങ്കരമായിട്ട് പറയുന്നത്, ഓ നമ്മൾ ഒരേ ക്ലാസ് ആണല്ലേ, ഇതിന് ഫോൺ നമ്പർ വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നവള് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ആ ഫ്രണ്ട്, അവന് വേറൊരു ഫ്രണ്ടും ഉണ്ട് അവന്റെ കൂടെ ഉള്ളൊരു പയ്യെ. അപ്പൊ അവന് ചോദിക്കുന്നത് ആരുടെ അതിന്റെ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ഇവ മൈൻഡ് മിണ്ടായിരിക്കാൻ പറഞ്ഞ് ചുമ്മാ ഇരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക് ടൈം ഒക്കെ ആയപ്പോൾ ആ ക്ലാസ്സിലുള്ള ചില കുട്ടികളല്ല ഇവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും സംസാരിച്ച് മിണ്ടണം എന്ന രീതിയിലൊക്കെ അടുത്തോട്ട് ചെല്ലുകയാണ്. പക്ഷേ നീ എവിടെ നിന്ന് വരുന്നു, നിന്റെ ഹോബീസ് എന്താ, നിന്റെ വീട് എവിടെ, അതിനൊക്കെ ഫുഡ് വേണോ ലഞ്ച് വേണോ ഒക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഒന്നിനും ഒരു റിപ്ലൈ കൊടുക്കുന്നില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ജാടയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് ഒരു ലീഡറുടെ ഒരു പെണ്ണുണ്ട് അവിടെ, കവാസാക്കി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവളിതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഇപ്പൊ വന്ന് കയറി ഉടനെ ഇത്ര ജാട എന്നൊക്കെ ചോദിച്ച് അവളുടെ അടുത്ത് വഴക്കൂടാൻ ചെല്ലുകയാണ് ഈ പെണ്ണ്. എന്ന് പറഞ്ഞിട്ട് അവള് അത് ശ്രദ്ധിക്കാതെ ഈ പെണ്ണാണെങ്കിൽ, ഈ ഹൻസോ ആണെങ്കിൽ ബുക്ക് വായിച്ചോണ്ടിരിക്കുകയാണ്. ആ ബുക്ക് ഈ ഹവാസാക്കി എടുത്തിട്ട് ഇത് എന്താ ഇവള് വായിക്കുന്നത്, ഇത് പണ്ടത്തെ മാങ്ങയാണ്, മാങ്ങ എന്ന് പറഞ്ഞ കോമിക്കാണ്. സോ ഇത് കുറെ നാളുകൾക്ക് ശേഷം കോമിക്കാണ്. ഞാൻ വിചാരിച്ചത് എന്തോ വലിയ കാര്യം പഠിക്കുകയാണെന്ന് എന്നൊക്കെ പറയുന്നത് നോക്കിയാണ്. അപ്പം ഇവള് ചോദിക്കുന്നുണ്ട്, ഹൻസോ ചോദിക്കുന്നുണ്ട്, ഈ തിരിച്ചതായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, അത് വെച്ച് കളിക്കേണ്ടത് പറയുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഈ കവാസാക്കി എന്ന് പറഞ്ഞാൽ അവള് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിളിച്ച് കാണിച്ച് കളിയാക്കുകയാണ്. എന്നിട്ട് ആ കവാസാക്കി ആണെങ്കിൽ പെട്ടെന്ന് തറയിടുകയാണ് ആ ബുക്ക്. അത് അവളെ കാണിക്കാൻ അവളെ വെറുപ്പ് കയറ്റാൻ വേണ്ടി, അവളെ ദേഷ്യം പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവളെ മുഖത്ത് കൂടി ചിരിക്കുകയാണ്. ഹാൻസ് ചോദിക്കുകയാണ്, നീ അടി കൂടാൻ വന്നതാണോ ചോദിക്കുകയാണ്. അപ്പോൾ കവാസാക്കി പറയുന്നത്, നല്ല നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ബുക്ക് എടുത്ത് വാങ്ങി ഒറ്റ അടി അടിക്കുകയാണ് അവളെ. ഇത് കണ്ട് എല്ലാം ഞെട്ടുന്നുണ്ട്. ആ അടിയുടെ ആഘാതത്തിൽ ബുക്കിൽ ചിലവരൊക്കെ വരുന്നുണ്ട്, ചിലവരൊക്കെ ടീച്ചറിനെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കഥാനായകൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മെയിൻ ക്യാരക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്കൂളിലൊക്കെ പോയിട്ട് രാത്രി വീട്ടില് പാട്ട് കേട്ടോണ്ട് കിടന്നപ്പോ തന്നെ രാത്രി ആളെ ശബ്ദം വരുന്നു. അത് എന്താണെന്ന് പോയി നോക്കിയപ്പോഴാണ് അവിടെ അവന്റെ അച്ഛൻ കുടിച്ചു കൊണ്ടുവന്നിട്ട് അലച്ചോണ്ടിരിക്കുകയാണ്. ഈ കള്ളു കുടിച്ച് അലയ്ക്കൂല, അങ്ങനെ അലച്ചോണ്ടിരിക്കുകയാണ്. അവനെ കണ്ടത് ഇങ്ങനെ പറയണത്, എന്റെ അമ്മ ഇന്ന് ഓഫീസ് റൂമിൽ വന്ന് എന്നിട്ട് എന്റെ അനിയത്തിയുടെ കല്ലറ ക്ലീൻ ചെയ്യട്ടെന്ന് ചോദിച്ചു. എന്തോ വലിയൊരു നല്ല മോള് പോലെ ഇങ്ങനെ അവളെ അഭിനയിക്കുകയാണെന്ന് പറയുകയാണ്. അവന്റെ അമ്മയെ കുറച്ച് കുറ്റം പറയുന്നത്. ഓ അങ്ങനെയാണോ എന്ന് വെച്ച് ടോണ
ചോദിക്കുകയാണ്. അപ്പൊ എന്തോന്ന് അങ്ങനെയോ എന്ന് പറഞ്ഞ് ടോണോ എടുത്ത് ഇദ്ദേഹം ദേഷ്യപ്പെടാൻ പോവുകയാണ് എന്റെ അച്ഛൻ. ഇത് എല്ലാത്തിനും കാരണം നീയാടാ, നീ കാരണമാണ് നിന്റെ അനിയത്തി മരിച്ചു പോയത്. എന്താ നീ എപ്പോ നോക്കിയാലും പാട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലേ, എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം, എനിക്ക് തിരിച്ചു താ എന്ന് പറയുകയാണ്. നീ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ മോളെ എനിക്ക് വേണം. അവനത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെ ആ അച്ഛനെ തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ്, എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ്. അങ്ങനെ ഓടി അറിയാതെ ട്രെയിൻ പാളത്തിന്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ട്രെയിൻ വന്നിരിക്കാൻ പോയത്. അവൻ തട്ടി മാറിയത്. അങ്ങനെ അവൻ മറിഞ്ഞ് വീണത് ഒരു താഴേക്ക് വീണു. അങ്ങനെ അവൻ ഒന്നും അറിഞ്ഞില്ല. അവൻ എഴിച്ചു നോക്കിയപ്പോ ചുറ്റും കാട്. അങ്ങനെ അവൻ നടന്നു പോയപ്പോ ദൂരത്തിലൊരു കുളത്തിന്റെ സൈഡിലായിട്ട് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഗുഹ കാണുന്നുണ്ട്. സോ അത് എന്താണ് എന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗുഹയിൽ നിന്നൊരു വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചം കണ്ടിട്ട് അവൻ അങ്ങോട്ട് കയറി പോയപ്പോഴാണ് കാണാൻ ഒരു വിചിത്രമായിട്ടുള്ള സ്ഥലവും അവിടെയുള്ള മരങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് എന്ന് വെച്ചാൽ ഫുൾ റെഡിഷ് കളറായിട്ട് ലൈറ്റ് ഇങ്ങനെ ഗ്ലോ ആകുന്നത് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ വിചിത്രമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്ചര്യത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ അനിയത്തിയുടെ പേരായിട്ടുള്ള കേരൻ എന്ന് പറഞ്ഞ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പൊ അവന്റെ കണ്ണിൽ ചെരുപ്പ് കാണുന്നുണ്ട്. ഒരു കുട്ടി ചെരുപ്പ്. ആ ചെരുപ്പ് തിരിച്ചു നോക്കിയപ്പോഴാണ് അവന്റെ അനിയത്തിയുടെ പേര് അതിൽ കാണുന്നത്. ഇതെന്റെ അനിയത്തിയുടെ ചെരുപ്പല്ലേ, അവള് മരിച്ചു പോയിട്ട് കുറെ നാളായല്ലോ, പിന്നെ എങ്ങനെ ഇപ്പോഴും ഈ ചെരുപ്പ് ഇവിടെ വന്നതെന്ന് ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവന്റെ മൈൻഡ് വോയിസ് ആയിട്ട് അവൻ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ അങ്ങനെ അലറി വിളിച്ചോണ്ട് കിരൺ എന്ന് വിളിച്ചോണ്ട് നീ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അലറി ഓടുകയാണ് അവിടെ നിന്ന്. ചിലപ്പോൾ വിളിച്ച് കിട്ടിയാലേ അവളെ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കിളി വന്ന് അവന്റെ മുഖത്ത് ഒറ്റയാടി. അങ്ങനെ ആ കിളി അവന്റെ കയ്യിലിരുന്നിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പാണ് ശ്രദ്ധിക്കുന്നത് ഇവൻ പാടുന്ന പാട്ടാണത് പാടിയത്. അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് അവനും അവന്റെ അനിയത്തിയും ചേർത്ത് വളർത്തിയൊരു കിളിയാണ് ആ കിളി. സോ ആ കിളി ചത്തുപോയതാണ്. എങ്ങനെയാണ് ആ കിളി തിരിച്ചു വന്നതെന്ന് അവൻ അറിയില്ല. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത് അവൻ ഉള്ളത് ഹിരോഷിമ ടണലിലാണെന്ന്. ഉടനെ ആ ഭയത്തിൽ ആ കിളിയെ എടുത്തൊരു ഭയത്തിൽ അവൻ വേഗം ഓടി പോവുകയാണ്. ഓടി ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. സോ അവനത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ ടണലിനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റാത്തതുള്ളൂ. അവനങ്ങനെ ആശ്ചര്യത്തോടെ ആ കിളിയെ നോക്കുന്നുണ്ട്, അവന്റെ അനിയത്തിയുടെ ചെരുപ്പ് നോക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് അവൻ വീട്ടിൽ പോയപ്പോൾ അവനെ കണ്ട ഉടനെ അവന്റെ അച്ഛൻ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണോ, ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യില്ല, ഞാൻ കുടിച്ചോണ്ടിരുന്നൊക്കെ പറഞ്ഞാണ്, നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുക. എന്നെ കാണാത്തോണ്ട് ഞാൻ വിഷമിച്ചു. നീ ഇവിടെ ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ പോയില്ലല്ലേ, ഞാൻ ചുമ്മാ നടക്കാൻ പോയതാണെന്ന് പറയുകയാണ്. അപ്പൊ നീ പറയില്ല അല്ലേ, ഇനി തൊട്ട് ഇതേപോലെ വീട്ടിട്ട് ഓടിപ്പോയിട്ട് ഒരാഴ്ചയോളം വരാതിരുന്നാൽ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുകയാണ് എന്റെ അച്ഛൻ. എന്തൊന്നും ആഴ്ച കണക്കോ എന്തോ ഫോൺ നോക്കിയപ്പോ അതിൽ June 22 എന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ വിട്ട് ഓടിപ്പോയ സമയം June 50 ആയിരുന്നു. ഇപ്പൊ June 22 ആയി. സോ അങ്ങനെ കാണാതെ പോയിട്ട് 7 ദിവസം എന്ന് വെച്ചാൽ ഒരു ആഴ്ചയായിട്ടുണ്ട്. അവന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവൻ ടണലിൽ കുറച്ച് നേരം മാത്രമേ നിന്നുള്ളൂ. ഇത്രയും നേരം നാളെന്നോ നിന്നിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ആൾ സ്കൂളിൽ പോയപ്പോൾ തന്നെ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഓരോ ആഴ്ച എവിടെയാണ് പോയതെന്ന് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവന് വയ്യ പനിയായിരുന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ഹാൻസ് അങ്ങോട്ട് വന്നിട്ട് നീ വന്നോ, നാളെ നീ വരുമോ? അപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ശരി, നാളെ നിന്റെ കുട തന്നേക്കാം, നീ കൊണ്ടുപോകാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് ഹാൻസു അവനോട് പറയുകയാണ്. അന്ന് വൈകുന്നേരവും ആ ടണലിൽ തന്നെ പോയിട്ട് നോക്കിയപ്പോ അത് അതേപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഇതൊന്നും എന്റെ ഡ്രീം അല്ല, ഇത് ഉള്ള കാര്യമാണ് എന്ന് അവൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതുമൂലം മരിച്ചു പോയ എന്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് വീണ്ടും അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് സ്ഥലം എന്ന് പറഞ്ഞ് ഹാൻസും അവന്റെ പിറകെ വരുന്നത്. നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് അവളെ വലിച്ചെടുത്തോണ്ട് അവൻ പുറത്തോട്ട് ഓടുകയാണ്. ഇവിടെ എന്ത് പറ്റിയെന്ന് ഹാൻസ് ചോദിച്ചപ്പോൾ അവൾക്ക് എല്ലാം നടന്ന കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടണലിനുള്ളിൽ ടൈം ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ എൻ്റെ അകത്തായിട്ട് ഇരുന്നുള്ളൂ. പക്ഷെ വെളിയിൽ വന്ന് നോക്കിയപ്പോൾ 5 മണി നേരം വേസ്റ്റ് ആയി പോയി. ഇപ്പോൾ നമ്മുടെ ടണലിനുള്ളിൽ പോയാൽ ടൈം പെട്ടെന്ന് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയസ്സും പെട്ടെന്ന് അധികം കൂടുന്നുണ്ട്. പക്ഷെ അതേ നേരത്തിൽ നമ്മൾ വിഷ് ചെയ്തവർ ആശിച്ച് എന്ത് കാര്യമാണെങ്കിലും ആ ടണലിൻ്റെ അകത്ത് കയറി നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് ആൻസർ പറഞ്ഞപ്പോൾ അപ്പോൾ അവന് അങ്ങനെയാണ് നമുക്ക് കാര്യം പറയുകയാണ്. ഈ ടണലിനെ കുറിച്ച് നീ വേറെ ആടുത്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് അവൻ. നമ്മൾക്ക് എന്ത് ഈ മിഷൻ ഒരുമിച്ച് ചെയ്തുകൂടാന്ന് അവൾ ചോദിക്കുകയാണ്. എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ ഒരു വിഷ് ഉണ്ട്, അതുപോലെ നിനക്കും ഉണ്ടായിരിക്കും. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇതിനുള്ളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ വിഷ് ഫുൾഫിൽ ചെയ്യാന്ന് പറയുകയാണ്. അവന് ശരി എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. അന്ന് കൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ആർക്കും അറിയാതെ ആ ടണലിന്റെ അടുത്ത് പോയിട്ട് ടണലിന്റെ അകത്തുള്ള ടൈമിലും ടണലിന് പുറത്തുള്ള ടൈമിന്റെ ടൈം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ടണലിന് വെളിയിൽ എടുത്ത ഫോൺ വെച്ചിരുന്നിട്ടും ടണലിന്റെ ഉള്ളിൽ എടുത്ത ഫോണോടെ നടന്നു പോകുമ്പോൾ എവിടെ വെച്ച് ഫോൺ കോൾ കട്ടാകുന്നോ അവിടെയാണ് ടൈം ചേഞ്ച് ആകാൻ ആരംഭിക്കുന്നത് എന്നത്. ടണലിനുള്ളിൽ ഒരു 3 സെക്കൻഡാണ്, വെളിയിൽ 2 മണി നേരം. ടണലിനുള്ളിൽ ഇപ്പൊ 30 സെക്കൻഡ് എന്നാൽ വെളിയിൽ 20 മണിക്കൂറാണത്. 1 മണിക്കൂർ ആ ടണലിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അത് 100 ദിവസമാണത്. പക്ഷെ നിങ്ങൾ ടണലിനുള്ളിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് 6 വർഷം പോവുകയാണെന്ന് പറയുകയാണ്. പിന്നെ ടണലിന്റെ ഉള്ളിൽ ഇരുന്നാലും ടണലിന്റെ വെളിയിൽ ഇരുന്നാലും മെസ്സേജസ് ആയിട്ട് പോലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കണ്ടുപിടിക്കുകയാണ് അവർ രണ്ടുപേരും. ഇതൊക്കെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ രണ്ടുപേരും അവരറിയാതെ ക്ലോസ് ആകുന്നുമുണ്ട്. അവർ ഒന്നായിട്ടിരിക്കുന്നത് നോക്കിയിട്ട് ഈ ക്ലാസ്സിലുള്ള എല്ലാവരും നിങ്ങൾ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവ അതിനൊന്നും അങ്ങനെ നല്ലതൊക്കെ പറഞ്ഞ് മറുപടി കൊടുക്കുകയാണ്. രണ്ടുപേരും ചേർന്ന് അക്യൂറൊക്കെ ചുറ്റി കാണാൻ വേണ്ടി പോവുകയാണ് തീരുമാനിച്ചിട്ട്. സോ നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്, നിന്റെ ഫുൾഫിൽ ആകാത്ത വിഷ് എന്താണത് ഹാൻസ് അവരോട്
ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുറച്ച് നാൾ മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു കരൺ. എൻ്റെ അനിയത്തി ഒരു നല്ല പെൺകുട്ടിയാണ്. ഇപ്പോഴും എന്നെ കുറിച്ച് എൻ്റെ അച്ഛനമ്മയെ കുറിച്ച് മാത്രമേ അവൾ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ദിവസം മരത്തിൽ നിന്ന് താഴെ വീട് മരിച്ചുപോയി. അതിന് കാരണവും ഞാനാണ്. എനിക്കും അവൾക്കും പെട്ടെന്നൊരു അടിയായപ്പോൾ ഞാൻ ദേശത്തിന് വീട് വിട്ടും പോയി. അവള് പിന്നെ എന്നെ സമാധാനിപ്പിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസെക്ട്, ഒരു പ്രാണിയെ പിടിച്ചു തരാമെന്ന് മരത്തിന്റെ മണ്ടേ വലി കയറി താഴെ വീട് മരിച്ചു പോയി എന്ന് പറയുകയാണ്. അതിനുശേഷം എൻ്റെ അമ്മയും വീട് വിട്ടു പോയി. എൻ്റെ അച്ഛനും ഒരു കുടികാരനായിട്ട് മാറി. എൻ്റെ കുടുംബം ഫുള്ള് നശിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരണം, ഉയിരോടെ കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് കേട്ട് ഹാൻസും ആശ്ചര്യത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ വെക്കേഷൻ ടൈമിലൊക്കെ ടണലില് 180 സെക്കൻഡിൽ അങ്ങോട്ട് കയറാതെ വിചാരിക്കുകയാണ്. കാരണം 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് 3 ദിവസമാണ്. വെക്കേഷൻ ടൈമിൽ ടണലിലോട്ട് പോവുകയാണ്. അങ്ങനെ ഈ രണ്ടുപേരും അങ്ങനെ ചെക്ക് ചെയ്തോ ടണലിനകത്ത് ചെക്ക് ചെയ്യാതെ പറഞ്ഞിട്ട് ടണലിനകത്ത് കയറിയിട്ട് 180 സെക്കൻഡ് നിന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഓടുകയാണ് അവിടെ നിന്ന്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഹാൻസിന്റെ മുഖത്തേക്ക് പെട്ടെന്ന് കുറെ പേപ്പർ വന്ന് അടിക്കുകയാണ്. അത് പെട്ടെന്ന് എടുക്കുകയാണ്. മറുസൈമിൽ ടൈമും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വേസ്റ്റ് ചെയ്യണ ഓരോ സെക്കൻഡും വെളിയിൽ പല ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹാൻസു, നമുക്ക് പെട്ടെന്ന് പോണം ഇവിടെ, നീ വാ എന്ന് പറയുകയാണ്. അവൻ കേൾക്കണില്ല, അവൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ഈ പേപ്പർ എടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവനും ഹെൽപ്പ് ചെയ്യുകയാണ് അതൊക്കെ എടുക്കാൻ വേണ്ടി, പെട്ടെന്ന് പോകാൻ വേണ്ടി. പെട്ടെന്ന് എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ വെളിയിൽ പല മണി നേരം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ പേപ്പറിലൊക്കെ അത്രയും മുഖ്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു പേപ്പറാണ് എന്നെയും എന്റെ അങ്കിളിനെയും ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവിടെ നന്നായിട്ട് മഴ പെയ്തിരുന്നു. ആ മഴ കാരണം രണ്ടുപേരും നനഞ്ഞു പോയിരുന്നു. നീ വേണമെങ്കിൽ എന്റെ വീട്ടിലോ വന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നിനക്ക് തിരിച്ചു പോകാതെ ഹാൻസ് പറയുകയാണ്. അങ്ങനെ ഹാൻസ് വിളിച്ചതുകൊണ്ട് ടോണോയും ശരി എന്ന് പറഞ്ഞിട്ട് കൂടെ പോവുകയാണ്. ടോണോ അങ്ങനെ ഹാൻസുവിന്റെ കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവ അങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ആ വീട്ടിൽ ആരും ഉള്ളതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഹാൻസ് മാത്രമേ ആ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഹാൻസുവിനോട് ടോണോ ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് അച്ഛനമ്മ ഇല്ല എന്ന് ഹാൻസു പറയുന്നു. അപ്പോഴാണ് അവിടെ കുറെ കോമിക്സ് ബുക്ക് അവൻ ശ്രദ്ധിക്കുന്നത്. ആ കോമിക്സ് ബുക്കിന്റെ ഒരു കോർണറിലായിട്ട് ഹനാസുറോ മിക്സോ എന്നൊരു പേര് അവൻ കാണുന്നുണ്ട്. ആ ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാൻസു പെട്ടെന്ന് കയറി വന്ന് അപ്പോൾ അവ ചോദിക്കുകയാണ്, ഹനാസുറോ മിക്സോ എന്ന് പറയുന്നത് ആരാന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം എന്റെ അങ്കിളാണ്, മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കോമിക് ഡയറക്ടറാണ് എന്ന് ഹാൻസു പറയുന്നു. അപ്പോൾ അന്ന് സ്കൂളിൽ കൊണ്ടുവന്ന ഈ ബുക്കല്ലേ, ഈ ബുക്കല്ലേ നീ വായിച്ചുകൊണ്ടിരുന്നത്, ഈ ബുക്ക് താഴെ ഇട്ടത് കൊണ്ടല്ലേ നീ ആ പെണ്ണിന്റെ മൂക്കിലിട്ട് അടി കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് എന്റെ അപ്പൂപ്പന്റെ കോമിക്സ് എല്ലാം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ഹാൻസു പറയുന്നു. അപ്പോൾ ആ ടണലിൽ നിന്ന് കിട്ടിയ കോമിക്സ് പേപ്പർ അല്ല, ഒന്നെങ്കിൽ നിന്റെ അപ്പൂപ്പന്റെ കോമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നിന്റെ ആയിരിക്കുമെന്ന് ടോണ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഹാൻസു ആശ്ചര്യത്തോടെ അവനെ നോക്കുകയാണ്. ഇത് ഞാൻ വരച്ച കോമിക്സ് ആണ്. അന്ന് നീ എന്നെ ആദ്യമായിട്ട് കണ്ടില്ലേ, അപ്പോൾ എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നല്ലോ, ആ ബാഗിലുണ്ടായിരുന്നത് ഞാൻ വരച്ച കോമിക്സ് ആയിരുന്നു. ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഞാൻ അത് അയച്ചു കൊടുക്കാമെന്ന് പോയതാണ്, പക്ഷെ അത് അയക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ടോണ ചോദിക്കും, നീ എന്ത് അത് അയക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ എന്നെക്കാളും 100ഓളം കോമിക് റൈറ്റേഴ്സ് ഉണ്ട്. ഇതേപോലെ എന്നെപ്പോലെ ഒരുപാട് പേര് ഇതേപോലെ കോമിക്സ് എല്ലാം എഴുതി അയച്ചു കൊടുത്തിട്ട് കിട്ടുമോ ഇല്ലേ അത് ആശ്ചര്യത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും പേരിൽ ഞാൻ സെലക്ട് ആവുക ഒരു ചാൻസും ഇല്ല എന്ന് ഹാൻസ് പറയുകയാണ്. നീ അയച്ചാൽ മാത്രമല്ലേ നിനക്ക് അറിയാൻ പറ്റൂ നിനക്ക് ചാൻസ് കിട്ടുമോ ഇല്ലേ അത്. ഇങ്ങനെ എത്ര നാൾ നീ ഭയന്നുകൊണ്ട് അത് കൊടുക്കാതിരിക്കും എന്ന് ടോണോ ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം, എന്നാലും എന്റെ അപ്പൂപ്പൻ എഴുതിയ കോമിക്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കും എന്റെ അപ്പൂപ്പനെ ഇഷ്ടമല്ല, അവർ എഴുതുന്ന കോമിക്സ് പോലും ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് അറിയോ, അദ്ദേഹം എഴുതിയ ഒരു കോമിക്സ് പോലും ഇതുവരെ നേരെ വിട്ടുപോയിട്ടില്ല. എന്നാലും അദ്ദേഹം മരിക്കുന്നത് വരെ കോമിക്സ് എഴുതുന്നത് നിർത്തിയിട്ടേ ഇല്ല. ചില സമയത്ത് എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച് വരെ കോമിക്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അത്രയും അദ്ദേഹം ഇഷ്ടപ്പെട്ടെടുത്ത് ഈ കോമിക്സ് ക്രിയേറ്റ് ചെയ്തത്. എന്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ പോലും അച്ഛനും അമ്മയും അങ്ങനെ കരഞ്ഞത് പോലും ഇല്ല. കാരണം എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്റെ അപ്പൂപ്പ ഒരു ഭാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോമിക് റൈറ്റർ ആകാൻ പോകുന്നു എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എന്റെ അച്ഛനും അമ്മ എന്റെ വീട് വിട്ട് അടിച്ചോട്ടിച്ചു എന്ന് പറയുകയാണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള കാരണവും അതാണ്. ഇതാണ് ഞാൻ ആദ്യം എഴുതിയ കോമിക്സ്. ഇത് ആദ്യം വായിച്ചതും എന്റെ അപ്പൂപ്പനാണ്. അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്ത് അദ്ദേഹമാണ് ഒരു കോമിക്സ് എങ്ങനെയൊക്കെ വരയ്ക്കണം എന്ന് പറഞ്ഞു തന്നതും. പക്ഷേ ഈ പേപ്പർ എല്ലാം കണ്ട് എന്റെ അച്ഛൻ അതിനെ കീറി കളഞ്ഞിട്ട് നീയും നിന്റെ അപ്പൂപ്പനെ പോലെ ആകാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറഞ്ഞു. ബിക്കോസ് എന്റെ അപ്പൂപ്പൻ എഴുതിയ ഒരു കോമിക്സ് പോലും ഇതുവരെ ഫേമസും ആയിട്ടില്ല, അതിൽ നിന്ന് കാശ് പോലും വന്നിട്ടുമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഹിരോഷിമ ടണലിന്റെ അകത്ത് എനിക്കൊരു വലിയ കോമിക് റൈറ്റർ ആകണമെന്നൊരു വിഷ് ഞാൻ അത് പറഞ്ഞ് ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ടോണോ പെട്ടെന്ന് അവളോട് ചോദിക്കുകയാണ്, നീ എന്ന് പ്രപ്പോസൽ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അയച്ചു കൊടുക്കാതെ പറഞ്ഞ ആ ഒരു കോമിക് എന്നെ ഒന്ന് കാണിച്ചാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കണമെന്നുണ്ടെന്ന് പറയുകയാണ്. അതൊന്നും പറ്റില്ല, അതൊന്നും ഞാൻ നേരെ ഡിസൈൻ പോലും ചെയ്തിട്ടില്ല, ക്യാരക്ടറൊക്കെ അത്രയ്ക്ക് നന്നായിട്ടല്ല എന്ന് പറയുകയാണ് അവൾ. അതൊന്നും കുഴപ്പമില്ല, നീ എന്റെ കയ്യിൽ കൂടെ ഞാൻ നോക്കാം, വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറയുകയാണ് നമ്മുടെ ഡോണോ. നമ്മുടെ ഡോണോ വാങ്ങിച്ച് നോക്കി പഠിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഏകദേശം ഫുള്ളും പഠിച്ച് തീർത്തു. ഇത് സൂപ്പറായിട്ടുണ്ട് എന്ന് ടോണോ പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ തന്നെ ഹാൻസുവിന് സഹിക്കാൻ പറ്റാത്ത സന്തോഷമായി, അത്രയും സന്തോഷമായി. അവൾ ആദ്യമായിട്ട് സന്തോഷപ്പെടുന്നത് കാണുന്നത് ഈ ആനിമേ സീരീസിൽ തന്നെ. എന്നാൽ ഈ ലോകത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു ഫേമസ് ആവുന്ന ഒരു കണ്ടന്റ് റൈറ്റർ ആവണമെങ്കിൽ ഞാൻ ഹിരോഷിമ ടണലിനകത്ത് പോയാലേ പറ്റുള്ളൂ എന്ന് ഹാൻസു പറഞ്ഞപ്പോൾ ഇത് കേട്ട ടോണോ പറയുന്നത്, ഇനി എന്റെ പോയിന്റ് ഓഫ് വ്യൂ
അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ സ്പെഷ്യൽ ടാലന്റ് ഓൾറെഡി നിന്റെ കയ്യിലുണ്ട്. നീ ആ ടണലിനുള്ളിൽ പോകണമെന്ന് ഒരാവശ്യവുമില്ല. ഇപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അല്ല, അങ്ങനെ പോയാലേ പറ്റൂ നിനക്ക് തോന്നുന്നതാ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ നീ മാത്രമാണ്. നീ നിന്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി നീ എന്ത് വേണോ ചെയ്യും, എന്ത് വേണമെങ്കിലും നഷ്ടപ്പെടുത്താൻ നീ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പോയിട്ട് നീ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവന്റെ അടുത്ത് വന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ടണലിന്റെ അകത്ത് വരും. അടുത്ത ടൈം നിന്റെ അനിയത്തിയെ ജീവനോടെ കൊണ്ടുവരാൻ എനിക്കത് സ്പെഷ്യൽ ടാലന്റ് കിട്ടാനും ആ ടണലിന്റെ അകത്ത് പോവാം. അത് മാത്രമല്ല നമുക്ക് എന്ന് പോവാം എന്ന് അവൾ ചോദിക്കുകയാണ്. ഓഗസ്റ്റ് 22 എന്ത് ആ ദിവസം നീ ചൂസ് ചെയ്തെന്ന് ചോദിക്കുകയാണ് ഹാൻസു. അന്നാണ് എന്റെ അനിയത്തി കരൺ മരിച്ചു പോയ നാളെന്ന് പറയുന്നു ടോണോ. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ടോണോ വീട്ടിലെത്തിയപ്പോഴാണ് കാണുന്നത് ടോണോയുടെ അച്ഛൻ പുതിയൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി മുതൽ ഇവരാണ് നിന്റെ പുതിയ അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ടോണോയോട്. അവിടെ ഫുള്ള് കുടിച്ചതിന്റെ ഫിറ്റാണ് ഫുള്ളായി. ഇതെല്ലാം കാണുന്ന ടോണോയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ അനിയത്തി മരിച്ചതിന്റെ വിഷമത്തിൽ നിന്ന് എനിക്ക് ഇതുവരെ മാറി വരാനും പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതോ അതിനപ്പുറം. സോ എല്ലാം കൂടെ കണ്ടിട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അവിടെ വെച്ച് എന്തെന്നില്ലാതെ എന്തോ കാണിക്കുകയാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് കരഞ്ഞോണ്ട് റൂമിൽ കയറി പോവുകയാണ്. അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് കരയാണ് അവൻ. രാവിലെ ആയപ്പോൾ ഹാൻസുവിന് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹാൻസു ഇവനെ വിളിച്ചപ്പോൾ ഇവനും കൂടെ പോകുന്നു. അന്ന് നീ വായിച്ചല്ലോ എന്റെ കോമിക്സ്. ആ കോമിക്സ് ഞാൻ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് വെറുതെ അയച്ചു നോക്കിയതാ. അപ്പോൾ അവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു എഡിറ്ററെ എന്നെ കോൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആ കോമിക്സ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. സോ എന്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്ന് ഹാൻസു പറഞ്ഞപ്പോൾ അവന് സന്തോഷമായി. നല്ല കാര്യമല്ലേ ഇത്, നിനക്കുള്ള കഴിവ് റെക്കഗ്നേഷൻ കിട്ടിയിരിക്കുന്നു എന്ന് ടോണോ പറയുകയാണ്. സോ ഹാൻസു ആ മറുപടി അല്ല പ്രതീക്ഷിച്ചത്. ഹാൻസു അതൊരു ഇതാകുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഹാൻസു പറയാം ശരി അത് വീട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നാളെ ഹിരോഷിമ ടണലിൽ പോകുകയല്ലേ എന്ന് ചോദിക്കുകയാണ് ടോണോയോട്. ഇല്ല, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആലോചിക്കാനുണ്ട്. അത് മാത്രമല്ല നിനക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ചാൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ടോണോ പറയുന്നു. നീ എന്താ പറയുന്നത്? നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നതല്ലേ പ്ലാൻ ചെയ്തത്? ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചിരിക്കുകയാണ്. സത്യമായിട്ട് ഉറപ്പാണോ നിനക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടോ ടോണോ ചോദിച്ചപ്പോൾ അവളവിടെ ഫുള്ളായിട്ട് സൈലന്റ് ആവുകയാണ്. അവളൊന്നും മിണ്ടുന്നുമില്ല. അപ്പോൾ എനിക്കുള്ള കോമിക് സെൻസ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് അവൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാം എന്ന് ടോണോ പറയുകയാണ്. അതിനുശേഷം അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടി ആദ്യ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ രണ്ടുപേരും ഒരുമിച്ച് പോയിരുന്നിട്ട് അന്ന് നടന്ന പോലെ തന്നെ സൈഡിലുള്ള മൈക്കിലെ ട്രെയിന് 30 മിനിറ്റ്സ് താമസിക്കുമെന്നൊക്കെ വിളിച്ച് പറയുകയാണ്, അനൗൺസ് ചെയ്യുകയാണ്. ടോണോ അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് സാഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ടോണോ കഴിച്ച് പോയിട്ട് സൈഡിലൊരു പൂ എടുത്തിട്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ എന്ത് സംസാരിച്ചോ അത് തന്നെ തിരിച്ച് സംസാരിക്കുകയാണ് ടോണോ ഹാൻസുവിനോട്. ഇതെല്ലാം സംസാരിച്ചിട്ട് ആ പൂ അവളെ ഫ്രണ്ടിൽ നീട്ടി വെച്ചിട്ട് ഇന്ന് ഈ കോടതിയെ വാങ്ങിക്ക്. ഹാൻസുവും അന്ന് സംസാരിച്ചതുപോലെ എന്താ നല്ലവൻ പോലെ അഭിനയിക്കാൻ നോക്കുകയാണോ ചോദിക്കുകയാണ്. അന്ന് എന്തൊക്കെ സംസാരിച്ചോ അതെല്ലാം തിരിച്ച് സംസാരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവരെല്ലാം കൂടെ അത് ആലോചിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് ടോണോ ചിരിക്കുന്നത് കണ്ട ഹാൻസു നീ ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുകയാണ്. നീയും അങ്ങനെയാണെന്ന് ടോണോ തിരിച്ച് പറയുകയാണ്. സോ അതെല്ലാം അവിടെ വെച്ച് അവസാനിച്ച് അടുത്ത നാളെ ഹാൻസുവിന് ടോണോ അടുത്തത് ഒരു മെസ്സേജ് പോലും വരുന്നില്ല. സോ അതുകൊണ്ട് അവള് അവന്റെ വീട്ടിൽ പോയി നോക്കാന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. സോ അങ്ങനെ വീട്ടിൽ പോയി വിളിച്ചപ്പോൾ അവന്റെ അച്ഛനാണ് കഥവ് തുറന്നത്. അവൻ എവിടെ പോയെന്നേ അറിയില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ മറിഞ്ഞു പോകും. ചില ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമായിരിക്കും. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ടോണോ അവളെ വിട്ടിട്ട് ഹിരോഷിമ ടണലിന്റെ അകത്ത് പോയെന്നുള്ള കാര്യം. ഇവളങ്ങനെ അവന്റെ പേര് വിളിച്ചുകൊണ്ട് വേഗം ഇങ്ങനെ ടണലിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ മെസ്സേജ് റിസീവ് ആകുമ്പോൾ ഞാൻ ഹിരോഷിമ ടണലിനുള്ളിലായിരിക്കും. അറിഞ്ഞ നിനക്ക് എന്തായാലും എന്നോട് ദേഷ്യവിഷമവും കാണും. പക്ഷേ എന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നിനക്ക് ഓൾറെഡി ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ട്. അതുകൊണ്ടാണ് നീ ഈ ടണലിന്റെ ഉള്ളിൽ വരണ്ട എന്ന് ഞാൻ വിചാരിച്ചത്. അത് മാത്രമല്ല നിന്റെ കോമിക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു കാര്യം കൊണ്ട് നീ ആലോചിക്കണം, നീ ചോദിക്കുന്ന എല്ലാ വിഷയവും നിനക്ക് കിട്ടില്ല. ബട്ട് കളഞ്ഞു പോയ ഓർ നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു വിഷയത്തിന് നിനക്ക് തിരിച്ചു തരും. നീ ഈ ടണലിന്റെ ഉള്ളിൽ വന്നാൽ നിനക്ക് ഒരു ഉപയോഗവും ഇല്ല. ബിക്കോസ് നിനക്ക് ആ സ്പെഷ്യൽ ടാലന്റ് നിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്തെങ്കിലും ഒരു നാളെ ഞാൻ ടണലിലോട്ട് വെളി വരുമ്പോൾ അന്നും ഈ കോമിക്സ് ഈ ലോകം മുഴുവൻ അറിയപ്പെടണം. എല്ലാവരും നിന്റെ കോമിക്സിനെ പറ്റി സംസാരിക്കണം. ഞാനും ആ കോമിക്സ് പഠിക്കുമ്പോൾ എനിക്ക് സന്തോഷമാവണം എന്ന് ടോണോ പറഞ്ഞിട്ട് ബായ് എന്ന് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് അവൻ. അത് കണ്ട ഹാൻസുവിനെ വിഷമം സഹിക്കാൻ പറ്റാതെ എന്നെ എന്തിനു നീ വിട്ടിട്ട് പോയത്? നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്തായാലും നിന്നോട് അവസാനം വരെ കാണണമെന്ന് ഞാൻ ആശിച്ചു പോയി. പക്ഷെ നീ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവളത് കരയുകയാണ് ഹാൻസു. അതേസമയം ഹിരോഷിമ ടണലിന്റെ അകത്ത് തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് കളഞ്ഞിട്ട് ടോണോ അകത്തേക്ക് പോവുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞ് പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അവന്റെ മനസ്സിലുള്ളിൽ കരൺ എന്നൊരു പേര് മാത്രമേ ഓടുന്നുണ്ടായിരുന്നുള്ളൂ. ആ ചിന്തയും അപ്പൊ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നടന്ന് തളർന്നു പോയിക്കണം. എന്നാലും എങ്ങനെയെങ്കിലും കരണിനെ ഉയരോടെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആശയം അവനുണ്ട്. ഇപ്പോഴാണ് ദൂരെ നിന്ന് ഒരു പ്രകാശം തെളിഞ്ഞു കാണുന്നത്. സോ അങ്ങനെ അവൻ അങ്ങോട്ട് വേഗം ഓടി പോവുകയാണ്. സോ അത് നോക്കിയപ്പോ അടുത്ത് ചെന്നപ്പോ എന്തോ ഒരു കതവ് പോലെ കാണുന്നുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോ അവന്റെ ശരീരം ഫുള്ള് കാണാൻ ഒരു കൊച്ചു പയ്യനെ പോലെ ഉണ്ട്. അപ്പൊ അവന്റെ അരിയത്തെ കയ്യിൽ ജ്യൂസ് ഗ്ലാസസ് വെച്ചുകൊണ്ട് എന്ത് പറ്റിയത് ചേട്ടനോട് ചോദിച്ചിട്ട് ഇല്ല ഒന്നുമില്ല, ഞാൻ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം എന്ന് ചോദിക്കുകയാണ്. മറന്നുപോയി എന്ന് ടോണോ പറയുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പോ അവന്റെ അനിയത്തിക്കാരൻ ഓടിപ്പോയിട്ട് ഒരു ബോക്സ് എടുത്തുകൊണ്ടത് കാണിക്കുകയാണ്. അതിൽ ടോണോയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഇൻസെക്ട് ഉണ്ടല്ലോ റൈനോസറസ് മീറ്റില്, അതും ഉണ്ടായിരുന്നു. അത് കണ്ടതും ടോണോ ആശ്ചര്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ചേട്ടാ ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നതെന്ന് കരൺ പറയുകയാണ്. അത് എങ്ങനെ പിടിച്ചത് ചോദിക്കുക.
ചോദിക്കുകയാണ്. അത് പറഞ്ഞാൽ നീയും അവിടെ പോയിട്ട് തേടും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് തമാശയൊക്കെ പറയുകയാണ്. സോ അങ്ങനെ സൈഡിലുള്ള കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവന്റെ മുഖം, ആ ഒരു പഴയ മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതേ മുഖം തെളിയുന്നത് അങ്ങോട്ട് കണ്ണാടിയിലേക്ക്. സോ അപ്പോഴാണ് അവന് മനസ്സിലായത് ഇതെല്ലാത്തിനും കാരണം ഹിരോഷിമ ടാണെന്ന്. അങ്ങനെ പെട്ടെന്ന് ജയിച്ചപ്പോ ടേബിളിന്റെ മേളിലായിട്ട് താൻ കളഞ്ഞ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇത് ഞാൻ കളഞ്ഞ ഫോണല്ലേ, ഇതങ്ങനെ ഇവിടെ വന്നത് ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അപ്പോഴാണ് ഹാൻസു അതിൽ അയച്ച എല്ലാ മെസ്സേജസും വന്ന് കിടക്കുന്നത് കാണുന്നത്. ടണലിനുള്ളിൽ വന്നതിന് ശേഷവും ഹാൻസു ഇങ്ങനെ അവർ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ എത്ര കടന്നു പോയാലും ഹാൻസു എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു അവന് വേണ്ടി. ഇത് കണ്ട അവന്റെ അനിയത്തി ഇത് ആരേട്ടാ നിന്റെ ഫ്രണ്ട് ആണോ ചോദിക്കുകയാണ്. ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോ അല്ല എന്ന് പറയുകയാണ്. എന്തേട്ടാ എന്തോലെ പറ്റി അടി കൂടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാ ഒരുമാതിരി ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടോളോ നിനക്ക് ഫസ്റ്റ് ഫ്രണ്ട്സ് കിട്ടുന്നതേ വലിയ കാര്യമാണ്. നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയും, അതുപോലെ തന്നെ എനിക്കും നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നീ എപ്പോഴും സന്തോഷമായിട്ട് കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അവർക്കും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കാതെ കാര്യം പറഞ്ഞപ്പോ ആ ഒരു വാക്ക് അവരുടെ അടിയെത്തിയത് കേട്ട സമയത്ത് എന്തപ്പോ ഈ ഒരു നിമിഷം അവന് ആകെ ഓർമ്മയുള്ളത് അവന്റെ മനസ്സിലുള്ളത് ഹാൻസു മാത്രമാണ്. ഹാൻസുവിന്റെ അടുത്ത് പോകണം, അവളെ കൂടെ ഇരിക്കണം എന്നൊക്കെ അവന് കുറെ മനസ്സിലാഗ്രഹം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദാ വരണം എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. നമ്മളോടോ അപ്പോൾ പുറകിൽ നിന്ന് എടാ ഐ ലവ് യു ചേട്ടാ എന്ന് ഒരു വിളി കേൾക്കുന്നത്. സൂക്ഷിച്ചു പോണേ എന്നൊക്കെ കിരൺ പുറകിൽ നിന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് അവനൊന്നും മിണ്ടാനും പറ്റുന്നില്ല, അവന് കരച്ചിലും വരുന്നുണ്ട്. പക്ഷെ അവന് പോയാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവൻ. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കഥവ് തുറന്ന് ആ ഹിരോഷിമ ടണലിൽ എങ്ങനെയോ എത്ര ഫാസ്റ്റിൽ ഓടാൻ ശ്രമിക്കുന്നോ അത്രയും ഫാസ്റ്റിൽ ഓടി പോകാൻ ശ്രമിക്കുകയാണ്. അവൻ ഹാൻസു വിളിച്ചു പൊയ്ക്കോണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സ് ഫുള്ള് ഹാൻസുവിന്റെ ആലോചന മാത്രമേ ഉള്ളൂ. ഓടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹാൻസുവിന് മെസ്സേജ് അയക്കുന്നു. നിന്റെ അടുത്ത് എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയണം എന്ന് പറഞ്ഞ് മെസ്സേജ് കൂടെ അയക്കുകയാണ്. എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കാല് തെറ്റി അവിടെ നിന്ന് തറയിൽ വീഴുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹാൻസുവിനെ കാണിക്കുകയാണ്. എത്ര വർഷം കഴിഞ്ഞാലും ടോണോനെ കാത്തിരിക്കുകയാണ് ഹാൻസു. ആ കൊടയും ആ ടോണോ കൊടുത്ത ആ കൊടയും ഹാൻസു ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവന് വേണ്ടി മാത്രമാണ് ഈ ഹാൻസ് കോമിക്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അവൻ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവനെല്ലാം ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവനെ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു റെയിൽവേ സ്റ്റേഷനിലല്ലോ അവിടെ പോയി ഇരുന്നപ്പോ എന്നത്തെയും പോലെ തന്നെ ആ ഡയലോഗ് പറയുകയാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ ആ സ്പീക്കറിലൂടെ ചില തടസ്സങ്ങളായതുകൊണ്ട് അടുത്ത ഒരാളുടെ ട്രെയിൻ 30 മിനിറ്റ് താമസിക്കുമെന്ന് പറയുകയാണ്, അനൗൺസ് ചെയ്യുകയാണ്. അത് കേട്ടതും ഹാൻസു പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുന്നത്. അതെടുത്ത് നോക്കിയപ്പോഴാണ് ടോണോ ഇട്ട മെസ്സേജ് കാണുന്നത്. അത് കണ്ടത് വേഗം ഹിരോഷിമ ടണലിലേക്ക് ഓടി പോവുകയാണ് നമ്മുടെ ഹാൻസു. ടോണോ എന്ന് വിളിച്ചുകൊണ്ട് കഴിച്ചപ്പോ ഹാൻസിനെ കാണുന്നുണ്ട്. ഹാൻസിന്റെ പേര് അവൻ പയ്യെ വിളിക്കുകയാണ്. 8 വർഷമായിട്ട് നിന്നെ കണ്ടിട്ട് എന്ന് ഹാൻസ് പറയുന്നു. അപ്പോഴാണ് ടോണോ പറയുന്നത് നിന്നെ ഇത്രയും നാള് വെയിറ്റ് ചെയ്യാൻ വെച്ചതിന് എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചു എന്നും കൂടെ ടോണോ പറഞ്ഞപ്പോ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഹാൻസ് പറഞ്ഞു. എന്നൊരു പറഞ്ഞു ചേർത്തിട്ട് അവൻ രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ടണൽ വിട്ട് വെളിയെ വരികയാണ്. ഇപ്പൊ തന്നെ അവിടെ മഴ പെയ്യാനും ആരംഭിച്ചിരുന്നു. ഹാൻസിന്റെ കയ്യിൽ അവൻ കൊടുത്ത കുടയുള്ളത് അവൻ ശ്രദ്ധിക്കുന്നു. അത് വാങ്ങിച്ചിട്ട് അവൻ പെട്ടെന്ന് ഇങ്ങനെ നോത്തപ്പോ അപ്പോഴാണ് ഹാൻസ് പറഞ്ഞത് അങ്ങനെ അവസാനം നീ വാങ്ങിച്ച കുട നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു എന്ന് ഹാൻസ് പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ആ കുടയിലെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഇതോടെ ഈ പടം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ മൂവി? എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. സോ ഇനി നിങ്ങൾക്ക് ഏത് ആനിമെ മൂവി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം ഞാനും ഇനി ഒരുപാട് അൺറേറ്റഡ് ആയിട്ടുള്ള ആനിമെ മൂവീസും ഒരുപാട് നല്ല ഇംഗ്ലീഷ് മൂവി മലയാളം മൂവീസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കിരൺ സെൻസൈഡ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്, അതായിരിക്കണം. സോ ബൈ.